അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെ 9ാമത്തെ പ്രഭാതമാണിത്. ഈ 9ാമത്തെ പ്രഭാതം നമ്മൾ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കിങ്ഡമാണ്, റിസറക്ഷൻ റിലവും കിങ്ഡവും, ജീവൻ, പുനരുദ്ധാനം, കിങ്ഡം, ഇത് മൂന്നുമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാക്യം വായിക്കാൻ, എനിക്കിടാൻ വയ്യ, ആർക്കെങ്കിലും വാക്യം കാണിച്ചിടാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചാൽ നന്നായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളെ കർത്താവിൻ്റെ ദാസൻ, നമ്മുടെ പാസ്റ്റർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇന്നലെ തന്നെ യാത്രയിലായിരുന്നു. സുനിൽ പാസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസൻ ഇന്നലെ ആരംഭത്തിൽ പറഞ്ഞൊരു പദമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിൽ കർത്താവ് നിവർത്തിച്ചു. എന്താ നിവർത്തിച്ചത്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന ഡിമാൻഡ് യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ താൻ നിവർത്തിച്ചു. താൻ അത് നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പാപികളായ നമ്മുടെ അവസ്ഥകളിൽ നമുക്കൊരിക്കലും റൈച്ചസ് ആകാൻ കഴിയില്ലാത്ത നമ്മുടെ അവസ്ഥയിൽ തൻ്റെ പ്രവൃത്തിയാൽ അവൻ നമ്മെ റൈച്ചസാക്കി മാറ്റി. ഈ റൈച്ചസ് നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയും, റെസ്റ്റോറേഷനാൽ നിറയും. അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയാണ് എന്ന ബോധ്യം നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളുടെ അകത്ത് തുറക്കുന്നതാണ് ദൈവത്തിൻ്റെ സമാധാനം. നീതിയുടെ പ്രവൃത്തിയാണ് സമാധാനം. ഞാൻ എന്തുകൊണ്ടത് വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചാൽ, പക്ഷേ എത്ര ദിവസമായി പാസ്റ്റർ നീതിയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, ഞാൻ നീതിയെക്കുറിച്ച് കണ്ടമാനം പറയുന്ന ഒരാളാണ്. നീതിയുടെ ആക്ട്സാണ്, പ്രവൃത്തിയാണ് സമാധാനം. യെശയ്യാവിൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ച്. എലിന് സിസ്റ്റർ ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടേരെ. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ അകത്ത് നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളുടെ നടുവിൽ നിർഭയത വരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഒരു വിശ്രമം വരുന്നെങ്കിൽ, അത് നീതിയുടെ പ്രവൃത്തിയാണ്. നിങ്ങൾ നീതിയായി എന്ന ബോധ്യം നിങ്ങളുടെ അകത്ത് വന്നേക്കുകയാണ്. അപ്പോൾ ആ ബോധ്യതയാകുന്ന നീതിക്ക് ഒരു ആക്ഷൻ ഉണ്ട്, പ്രവൃത്തിയുണ്ട്. ഒന്നുകൂടെ വായിച്ച്. നീതിയുടെ പ്രവൃത്തി സമാധാനവും. നീതിയുടെ പ്രവൃത്തി എന്താണ്? പറഞ്ഞേ. നീതിയുടെ പ്രവൃത്തി എന്താണ്? സമാധാനവും. നീതിയുടെ പ്രവൃത്തി സമാധാനവും. കണ്ടോ, നീതിയുടെ പ്രവൃത്തി സമാധാനമാണ്. അപ്പം നമ്മുടെ അകത്ത് ഒരു പീസ് നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തോടുമുള്ള ബന്ധത്തിന് നിങ്ങളുടെ അകത്തൊരു സമാധാനം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾക്ക് വന്ന റൈച്ചസ്നെസ്സിൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ അകത്ത് വരുന്ന പീസ്. ഇത് നിങ്ങൾ വളരെ അത് തന്നെ ഇട്ടിട്ടുണ്ട്. ഒന്ന് വായിച്ച് എല്ലാവരും മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത്, ബൈബിൾ എന്താ പറയുക, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ വാക്യം ഒന്ന് വായിച്ച് നിങ്ങളുടെ വാ കൊണ്ട് ഈ രാവിലെ അത് പറ. നീതിയുടെ ബലം സമാധാനമായിരിക്കും. നീതിയുടെ പ്രവൃത്തി അപ്പൊ ഈ ശാന്തത എവിടെ ഉണ്ടാകുന്നത്? ആരിലും ഒരാൾ പറഞ്ഞു. നീതിയുടെ പ്രവൃത്തി ശാന്തതയാണ്. എവിടെയാണ് ശാന്തത ഉണ്ടാകുന്നത്? ഹൃദയത്തില്. നിങ്ങളുടെ ഹൃദയത്തിലാണ്, നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ മനസ്സിലുമാണ് ശാന്തത ഉണ്ടാകുന്നത്. നമ്മൾ ആരായിരുന്നു? നമ്മളെല്ലാം പാപികളായിരുന്നു. സിസ്റ്ററെ, യെശയ്യാവിൻ്റെ പുസ്തകം 57-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. നമ്മളെല്ലാവരും ആരായിരുന്നു? നമ്മളെല്ലാവരും ലിനി സിസ്റ്ററാണ് ഞാൻ വിളിച്ചോ. ലിനി സിസ്റ്ററെ, യെശയ്യാവിൻ്റെ പുസ്തകം 57-ന്റെ 19. നമ്മളെല്ലാവരും പാപികളായിരുന്നപ്പോൾ നമ്മൾ ദുഷ്ടന്മാരായിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 57-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഒരാളൊന്ന് വായിച്ച്. കർത്താവ് അരുളിച്ചെയ്യുന്നു, സമാധാനം ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം, ഞാൻ അവനെ സുഖപ്പെടുത്തും. അടുത്ത വാക്യം വായിച്ച്.
20-ാമത്തെ വാക്യം സിസ്റ്റർ, വാക്യം 20. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിനടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സമുദ്രം കണ്ടിട്ടുണ്ടോ? അപ്പൊ നീതിമാൻ വാക്യം എൻ്റെ ഇതിൽ നിന്ന് മാഞ്ഞുപോയി. നീതിമാൻ ഞാൻ വായിച്ച വാക്യം യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 19-ാം വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം. സമാധാനം എന്തിന്റെ റിസൾട്ടാണ്? നീതിയുടെ റിസൾട്ടാണ്, നീതിയുടെ പ്രവൃത്തിയാണ് സമാധാനം. റെസ്റ്റോറേഷൻ, കംപ്ലീറ്റ്നെസ്, സൗണ്ട്നെസ്, വെൽത്ത്, പ്രോസ്പെരിറ്റി. കണ്ടോ, കേൾക്കുന്നുണ്ടോ? റെസ്റ്റോറേഷൻ, റിഡംഷൻ, ഇതെല്ലാം സമാധാനത്തിന്റെ അർത്ഥങ്ങളാണ്. അപ്പൊ ഞാൻ അവരുടെ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. കണ്ടോ, ഒരു തലമുറ വരാൻ പോകുന്നു. അവരുടെ അധരങ്ങളുടെ ഫലം ഞാൻ സൃഷ്ടിക്കും. ഞാൻ അവരെ വഴികൾ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. എന്നിട്ട് ദൈവാത്മാവിടെ പറയുകയാണ്, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അപ്പൊ കടൽ എങ്ങനെയാ ഇളകി മറിയുന്നത്? കടൽ ഇളകി മറിയാൻ കാരണം, കടലിന്റെ തിരമാലയുടെ ഇളക്കം വരാൻ കാരണം ചന്ദ്രന്റെയോ സൂര്യന്റെയോ സ്വാധീന ശക്തിയാൽ, അതിന്റെ അകത്തുള്ള അടിയൊഴുക്കിനാലാണ് കടൽ ഇളകി മറിയുന്നത്. സ്വാധീന ചുറ്റുമുള്ള ഘടകങ്ങളാൽ, മുകളിൽ നിന്നോ അടിയിൽ നിന്നോ വരുന്ന സ്വാധീനതയാലാണ് കടൽ ഇളകി മറിയുന്നത്. ദുഷ്ടന്മാരെങ്ങനെയാണ്? കടൽ ഇളകി മറിയുന്ന കലങ്ങി മറിയുന്ന കടൽ തിര പോലെയാണ്. അതിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവര് വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. സിസ്റ്റർ, വാക്യം 21. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് ദൈവം അരുളി ചെയ്യുന്നു. പക്ഷെ ആർക്ക് സമാധാനമുണ്ട്? നീതിമാന് സമാധാനം ഉണ്ട്. ഞാൻ അവർക്ക് സമാധാനമുണ്ടാക്കും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും ഞാൻ സമാധാനം കൽപ്പിച്ചു കൊടുക്കും. ഇനി ഒറ്റ വാക്യോട് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ മലയാളം യാക്കോബ് 1-6 സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. അയച്ചുമോളെ. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. അടുത്ത ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അപ്പൊ നോക്കിയേ, നമ്മള് ഭയങ്കരമായിട്ട് ദൈവവചനം പഠിക്കുന്നു, ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കുന്നു, നമ്മൾ കണ്ടമാനം കാര്യങ്ങൾ ദൈവരായത്തിനോട് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ കഥ സംശയം വരുന്നവൻ ചിന്തിക്കണം, അവൻ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കും എന്ന് നിരൂപിക്കരുത്. വാക്യം 6 വേഴ്സ് 6. സംശയിക്കുന്നവൻ കാറ്റിൽ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. അപ്പൊ യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായത്തിൽ സംശയം വരുന്നവൻ, അല്ലെങ്കിൽ കാറ്റിനാൽ ഇളകി മറിയുന്ന കടൽ പോലെയുള്ളവനെ എന്താ പറഞ്ഞിരിക്കുന്നേ? ഓർക്കുന്നുണ്ടോ? ദുഷ്ടൻ. പദം പറഞ്ഞ പ്രശ്നം. അപ്പം വല്ലാതെ സംശയങ്ങൾ വന്ന് ചുറ്റുമുള്ള ഘടകങ്ങളോ മുകളിൽ നിന്നോ താഴെ നിന്നുള്ള അടിയൊഴുക്കുകൾ നിമിത്തം നിങ്ങൾക്ക് വല്ലാതെ നിങ്ങൾ അലയുന്നുണ്ടെങ്കിൽ, ഞാൻ പേടിക്കണ്ട, നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട. വല്ലാതെ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കുക, അത് നീതിയുടെ പ്രവൃത്തിയായ സമാധാനമല്ല.
നിങ്ങൾ നീതിയിലല്ല നിൽക്കുന്നത് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിനകത്ത് ഭയങ്കര ഉറപ്പ് വരണം, ഭയങ്കര ധൈര്യം ഉണ്ടാകണം. നിങ്ങളുടെ ദൈവത്തിലുള്ള ഒരു അസാധാരണമായ എന്താ പറയുക ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരണം. അപ്പൊ അങ്ങനെയുള്ളവൻ അപ്പം 6-ാം വാക്യം 7-ാം വാക്യം ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അപ്പൊ സംശയിക്കുന്നവൻ, കാറ്റടിക്കുന്ന തിരമാല പോലെ ഇളകി മറിയുന്നവൻ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കാമെന്ന് നിരൂപിക്കരുത്. അപ്പൊ അല്ലെങ്കിലോ അപ്പൊ ദൈവത്തിൽ ഉറപ്പുള്ളവനോ അവൻ ചോദിച്ചാൽ, അവൻ പ്രാർത്ഥിച്ചാൽ ദൈവം എന്തു പ്രവൃത്തിയും ചെയ്യും. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവമേ എൻ്റെ സംശയങ്ങളെ എടുത്തു മാറ്റണമേ. കർത്താവേ ഞാൻ കാറ്റടിക്കുന്ന തിരമാലയ്ക്ക് തത്തുല്യമായവനായി മാറരുത്. ഇരുമനസ്സുള്ളവൻ, വാക്യം 8, ഇരുമനസ്സുള്ളവൻ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാണ്. കണ്ടോ? 2 മനസ്സുള്ളവൻ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാണ്. അവൻ കർത്താവിങ്കിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിക്കരുത്. കർത്താവിങ്കിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിക്കരുത്. അപ്പൊ കർത്താവിൽ കിട്ടുമോ? ഉറപ്പോടെ കിട്ടും. എങ്ങനെ കിട്ടും? സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം, വിശ്വാസത്തോടെ. ഇത് യാക്കോബാണ് എഴുതിയത് കേട്ടോ. യാക്കോബ് ലേഖനങ്ങളിൽ ആദ്യം എഴുതിയ ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. യാക്കോബ് ക്രൈസ്റ്റ് റെവലേഷന്റെ ഒരു ഹയർ ഇലത്തിലേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് അങ്ങനെ ചില പദപ്രയോഗങ്ങൾ കാണാം. ഇന്ന് രാവിലെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകണം. അപ്പൊ ആദ്യം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കണ്ടേ? ആദ്യം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ അകത്തുള്ള മനസ്സിന്റെ സംശയ നിവാരണത്തിന് വേണ്ടി ഭയങ്കരമായൊരു ശാന്തത, നീതിയുടെ പ്രവൃത്തി നമ്മുടെ അകത്ത് വരാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ കാൽവറിയിൽ നീതി വെളിപ്പെട്ടോ? നിങ്ങളിപ്പോൾ ദൈവത്തിന്റെ നീതിയായോ? നീതിയായെങ്കിൽ നീതിയുടെ പ്രവൃത്തിയല്ലേ ശലോം? അപ്പൊ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം റെസ്റ്റോറേഷൻ, കാൽവറിയിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിനാൽ നിങ്ങളെ റിസറക്ഷൻ റിലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതിനാൽ, നിങ്ങളിൽ ജീവൻ തുറക്കുന്നതിനാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ റെസ്റ്റോറേഷൻ സംഭവിക്കുമെന്ന ഒരു ഗ്യാരണ്ടി അകത്ത് വരുന്നുണ്ടോ? അത് പിള്ളേർ തോണ്ടുന്ന കാണുമ്പം, പിള്ളേർ ചിരിക്കുന്ന കാണുമ്പോൾ, അങ്ങോട്ട് നോക്കുന്ന കാണുമ്പോൾ, ഇങ്ങോട്ട് നോക്കുന്ന കാണുമ്പം നിങ്ങളുടെ അകത്ത് ആകുലതകളോ സംശയങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ ഒന്നും പ്രാപിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പക്ഷേ യേശുവിന്റെ മരണത്താൽ ലഭ്യമായ നീതിയുടെ ബോധ്യം നിങ്ങളുടെ അകത്ത് വന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അകത്ത് റെസ്റ്റോറേഷൻ വരാൻ തുടങ്ങും. റെസ്റ്റോറേഷൻ നിങ്ങളുടെ അകത്ത് സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ നീതിയായതല്ല, യേശുവിന്റെ മരണം നിങ്ങളെ നീതിയാക്കിയതാണ്. യേശുവിന്റെ മരണം നിങ്ങളെ നീതിയാക്കിയതാണ്. ഞാൻ വീണ്ടും ഇത് പറയാൻ കാരണം, ഇന്ന് രാവിലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ദൈവാത്മാവ് ഇത് തുറക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇനി പാപമല്ല, നിങ്ങൾ ഇനി നീതിയാണ്. നിങ്ങൾ ഇനി പാപമല്ല, നിങ്ങൾ ഇനി, ഇത് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണം. ഇത് നിങ്ങളുടെ മനസ്സിനകത്ത് ശക്തിയോട് വെളിപ്പെട്ടു വന്നാൽ ഉടൻ നിങ്ങളുടെ അകത്ത് ശലോം വരും. നിങ്ങൾക്ക് ഭയങ്കരമായ കോൺഫിഡൻസ് വരും. പാപമറിയാത്തവന് നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടവന് ദൈവം അവനെ പാപമാക്കി. ഒന്ന്, നിങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ എനിക്ക് പല സംശയമുണ്ട്. ഒന്ന് പറഞ്ഞ 2 വകയിൽ സംശയമാണ്. പല കാര്യങ്ങൾ സംശയമാണ്. ഭാര്യയെ സംശയമാണ്, ഭർത്താവിനെ സംശയമാണ്, മക്കളെ സംശയമാണ്, ലൈഫ് സംശയമാണ്, സഭയ്ക്കകത്തുള്ള വിശ്വാസികളെ സംശയമാണ്, ആത്മലോകത്തെ എല്ലാം സംശയമാണ്. എനിക്ക് നിന്നെയും സംശയമാണ്. എനിക്ക് നിന്നെയും സംശയമാണ്. ഇതൊക്കെ ശരിയാകൂ? ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ വല്ല കാര്യം വല്ല സ്ഥലത്ത് എത്തിച്ചേരുമോ? ഒരു ഭയങ്കര സംശയത്തിന്റെ ആത്മാവ് എൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. കർത്താവേ, ഇന്ന് രാവിലെ കർത്താവെ, അത് യേശുവിന്റെ കാൽവറിയിൽ നിവർത്തിച്ച നീതിയാൽ എന്നെ കർത്താവെ നീ റെസ്റ്റോർ ചെയ്യുമെന്നുള്ള റെവലേഷൻ എൻ്റെ അകത്ത് തുറക്കണമേ എന്ന് ഒന്ന്. ആദ്യം നമുക്ക് സമാധാനം അല്ലെങ്കിൽ റെസ്റ്റോറേഷന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. ആദ്യം നിങ്ങളിൽ ഈ നീതി നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട് കിട്ടാൻ ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാ മൈക്ക് വൺമുട്ടി പ്രാർത്ഥിച്ചോ, എല്ലാ മൈക്ക് വൺമുട്ടി ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. ഇത് സംഭവിച്ചാൽ നിങ്ങളുടെ മേൽ റെസ്റ്റോറേഷൻ നടക്കും. നിങ്ങളുടെ മേൽ ആരോഗ്യം തിരിച്ചു വരും. നിങ്ങളുടെ സമ്പത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. നിങ്ങളുടെ കുടുംബത്തിന്റെ ഘടനകൾ ശരിയാകും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് തലമുറകൾ, വ്യക്തിത്വങ്ങൾ, ഓർഡർ ശരിയായി വരും. നിങ്ങളുടെ മേൽ കിങ്ഡം ആധിപത്യം
ദൈവത്തിൽ തുറന്നു വരും. ശബന രഗതിനി റമ്പൽ ഘടകതിനി വേദ പ്രൗഢമന ഘടകതന. നിങ്ങൾ നീതിയാണ്, നിങ്ങൾ നീതിയാണ്. ശാപൻ ഘടകമന. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇത് യേശുവിന്റെ കാൽവരിൽ നടന്നതാണ്. ഇത് നിങ്ങളുടെ അകത്ത് ബോധ്യത വരാൻ തുടങ്ങിയാൽ ആദാമ്യ പാപത്തിന്റെ ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. Kingdom of God is going, kingdom of God is equal to righteous ആണ്. നിങ്ങൾ righteous ആയി മാറിയിരിക്കുന്നു. നമുക്ക് ഈ വാക്യം കൂടെ കണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്താൽ അവൻ്റെ നീതി നമ്മിലേക്ക് കൈമാറി. ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന ഫുൾ ഡിമാൻഡ് യേശു കാൽവറിയിൽ നിവർത്തിച്ചു. നിങ്ങൾ റൈച്ചസ് ആയി എന്ന വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ നീതിയുടെ പ്രവൃത്തിയാണ് സമാധാനം. നീതിയുടെ പ്രവൃത്തിയാണ് സമാധാനം. ആ സമാധാനം നിങ്ങളുടെ അകത്ത് ആർജിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത തലമാണ് പരിശുദ്ധാത്മാവിനാലുള്ള സന്തോഷം. ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഇത് മൂന്നും കൂടെ സംയോജിക്കുന്നതാണ് ദൈവരാജ്യം. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ നീതിയായി എന്ന ബോധ്യം വരുമ്പോൾ, ഈ പല ആൾക്കാർക്ക് നീതി എന്ന ബോധം വന്നു കഴിയുമ്പോൾ പിന്നെ അവർ എന്ത് പാപം ചെയ്യാന്ന് അവർ പറയുന്നത്. അങ്ങനെ പഠിപ്പിച്ച ആൾക്കാരുണ്ട്. ഒരു പാപം ചെയ്താൽ ഞാൻ കേട്ടിട്ടുണ്ട്, 10-20 പിള്ളേരെ നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് വീഡിയോ കണ്ടാലും കുഴപ്പമില്ലെന്ന് ഇവിടുത്തെ ഒരു വലിയ ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഒരാളങ്ങനെ ചെയ്തുകൊണ്ടെന്ന് എനിക്ക് അവരവരുടെ ജീവിതത്തിൽ വരുന്നത് ഓക്കെ. പക്ഷേ യൗവന തലമുറയോട് നിങ്ങളത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ചാൽ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. സിസ്റ്റർ വരട്ടെ, അങ്ങോട്ട് പോകാൻ വരട്ടെ. അപ്പം നീതിയുടെ വെളിപ്പാട് റോമർ 14:17 തന്നെ ഇടട്ടെ, കിടക്കട്ടെ, ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മാറ്റിയാൽ മതി. അപ്പം നീതിയുടെ വെളിപ്പാട് നമ്മുടെ അകത്ത് വന്നാൽ നമുക്ക് ദൈവം മുമ്പാകെ ഒരു സമർപ്പണം വരും. എന്നെ ദൈവം നീതിയാക്കിയല്ലോ. ആ സമർപ്പണം വരുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവത്തോടുള്ള അനുസരിക്കാൻ ഒരു മനോഭാവം ഉണ്ടായി വരും. അപ്പം സമർപ്പണത്താലും അനുസരണത്താലും ദൈവത്തോട് നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ബന്ധമാണ് കിങ്ഡം അറ്റ്മോസ്ഫിയറിനെ നിങ്ങളിൽ തുറക്കുന്നത്.
അപ്പം നിങ്ങളുടെ അകത്ത് നീതിയുടെ വെളിപ്പാട് കിട്ടി. നിങ്ങൾ നീതിയാണെന്നുള്ള ബോധം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അകത്ത് ഭയങ്കരമായ ദൈവസ്നേഹം ശക്തിപ്പെടാൻ തുടങ്ങി. നമ്മുടെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന 5-ാമത്തെ ദിവസം, എനിക്ക് തോന്നുന്നു 22-22 സെക്ഷൻ, നമ്മുടെ യൂട്യൂബിൽ നോക്കുമ്പോൾ അങ്ങനെ സെക്ഷൻ നോക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റും. 22-ാമത്തെ സെക്ഷനിൽ ഞാനത് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ നീതിയുടെ വെളിപ്പാട് വന്നാൽ നിങ്ങളിൽ നിറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം നിങ്ങളകത്ത് വന്നാൽ, നിറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായ സമർപ്പണം ഉണ്ടാകും. നീതി നിങ്ങളുടെ അകത്ത് ജീവൻ തുറക്കും. കണ്ടോ, നീതിയും സ്നേഹവും കൂടെ ചുംബിച്ചതാണ് കാൽവറിയിൽ. പിതാവാം ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പുത്രന്റെ മരണത്തോടെ ദൈവത്തിന്റെ നീതി നിവർത്തിച്ചു. അപ്പം ദൈവസ്നേഹവും നീതിയും കൂടെ പ്രദർശിപ്പിക്കപ്പെട്ട സ്ഥലമാണ് കാൽവറി. ഇത് സ്നേഹവും നീതിയും പ്രദർശിപ്പിക്കപ്പെട്ടാൽ നിങ്ങളിലൂടെ റിസറക്ഷൻ പവർ തുറക്കും. നിങ്ങൾ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ജനലക്ഷങ്ങളെ കർത്താവിലേക്ക് തിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ തുറക്കേണ്ട തലം റിസറക്ഷൻ പവറാണ്. റിസറക്ഷൻ പവർ തുറക്കുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങളുടെ അകത്ത് ജീവൻ തുറക്കും. ജീവൻ തുറക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് നീതിയുടെ വെളിപ്പാടുണ്ടാകണം. ഈ പദങ്ങളെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ കഥ പറയുന്നില്ല, വ്യക്തികളുടെ ചരിത്രം പറയുന്നില്ല. അതൊക്കെ ഞായറാഴ്ച എല്ലാവരും ഉള്ളപ്പോൾ പറയുകയാണ്. നിങ്ങളെ ഞാൻ ചിന്തിക്കുന്ന ഒരു ബൈബിൾ എന്താ പറയുക, ഒരു സർവകലാശാലയ്ക്കകത്ത് ഹയർ ഇലം പഠിക്കുന്ന ഒരു എന്താ പറയുക വ്യക്തികളാണ് ഞാൻ കാണുന്നത്. പണ്ട് നമ്മുടെ അലൻ ബ്രദർ കണ്ടിരുന്നു, കണ്ടമാനം ഡോക്ടേഴ്സ് ഇതിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നെന്ന്. കണ്ടമാനം ഡോക്ടേഴ്സ് സ്റ്റെതസ്കോപ്പും ഡോക്ടേഴ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ഉപകരണങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ദൈവരാജ്യം സംബന്ധിച്ച് ഭയങ്കര തലങ്ങളിലുള്ളവരായി ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു വെളിപ്പാട് ഈ ബൈബിൾ കോളേജിന്റെ ആരംഭകാലത്ത് മുംബൈയിൽ നിന്ന് കയറി നിന്ന അലംബ്രദർ കാണാം. അപ്പം അതുകൊണ്ട് ഞാൻ ഈ എന്താ പറയുക, എങ്ങനെയാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത്, ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ അവിടെ നിന്നും പഞ്ഞി കൊണ്ട് തടവണം, ഇതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നേഴ്സുമാർക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതെല്ലാം. ഓക്കെ, അപ്പം ഇവിടെ എൻ്റെ വിഷയം, നിങ്ങൾ റൈച്ചസ് ആയി കഴിഞ്ഞാൽ, റൈച്ചസ് ആണെന്നുള്ള വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ഭയങ്കരമായ സമർപ്പണം വരും. നിങ്ങളുടെ അകത്ത് ഭയങ്കരമായ ദൈവസ്നേഹം വരും. നിങ്ങളുടെ അകത്ത് ആ നീതി ജീവനായി തുറക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ഒരു തലമാണ്, നിങ്ങളുടെ അകത്ത് ഭയങ്കരമായ സമർപ്പണം വരും. യേശുവിൻ്റെ ജീവന്റെ പ്രത്യേകത, ക്രൂശ് മരണത്തോളം പിതാവിനെ അനുസരിച്ചവനാണ് യേശു. നീതിയുടെ വെളിപ്പാട് വന്നാൽ തുറക്കുന്നത് ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ആരുടെ ജീവൻ? യേശുവിന്റെ ജീവനാണ്. അപ്പൊ യേശുവിന്റെ ജീവൻ തുറന്നാലോ നിങ്ങളുടെ സമർപ്പണം യേശുവിനെ പോലെയായി മാറും. യേശുവിനെ പോലെ നിങ്ങൾ പിതാവിനെ അനുസരിക്കും. യേശുവിനെ പോലെ നിങ്ങൾ പിതാവിനെ അനുസരിക്കും. എല്ലാ വാക്യങ്ങളും നിങ്ങൾ പിതാവിനെ അനുസരിക്കും. ഞാനപ്പോൾ ഒരു ക്യാപ്ഷൻ പറയാം. നിങ്ങൾ എപ്പോഴാണോ ദൈവത്തിന്റെ ഹിതം സമ്പൂർണമായി നിവർത്തിക്കുന്നത്, അവിടെ നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ചർച്ചിൽ, നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ ചുറ്റും ഒരു സ്വർഗീയ അന്തരീക്ഷം, ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയർ ഉണ്ടാകാൻ തുടങ്ങും. അത് ഉണ്ടാകുന്നത് സ്നേഹത്താൽ, നീതിയാൽ, ജീവനാൽ, സമാധാനത്താൽ, പരിശുദ്ധാത്മാവിലെ സന്തോഷത്താൽ ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ദൈവമായിട്ടുണ്ടാകും. നിങ്ങൾ ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടില്ല. ഭയങ്കരമായ ഒരു ആനന്ദം നിങ്ങളുടെ അകത്ത് നിൽക്കും. വണ്ടി കിട്ടിയാ വണ്ടി കിട്ടി, വീട് കിട്ടിയാ വീട് കിട്ടി, ജോലി കിട്ടിയാ ജോലി കിട്ടി, ജോലി പോയാ പോയി. ഒരു കാര്യവും നിങ്ങളെ ബാധിക്കാത്ത, നിങ്ങളെ ആകുലപ്പെടാത്ത, വ്യാകുലപ്പെടുത്തിക്കാത്ത തലത്തിലേക്ക് നിങ്ങളെത്തും. അവരങ്ങനെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ പറയുന്നേ. മനുഷ്യരാണെങ്കിൽ പറയും, മനുഷ്യരാണെങ്കിൽ, പിശാചിന്റെ രാജ്യത്തിലുള്ളവരാണെങ്കിൽ പിശാചിന്റെ പേരെന്താ? അവൻ അപവാദിയാണ്, അവൻ ദൈവമക്കളെ കുറ്റം പറയുന്നവനാണ്. അപ്പൊ അവന്റെ രാജ്യത്തുള്ളവരുടെ ജോലി എന്താ? നിങ്ങളെ കണ്ട കുറ്റം പറയും. നീ എനിക്ക് എന്തായിടി, നീ പ്രാർത്ഥിച്ചിട്ട് എന്തായിടി, എവിടെ എത്തിയിടി, എന്തിനാടി നീ അങ്ങോട്ട് പോയേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഭയങ്കര ധൈര്യം പറഞ്ഞു. പിശാചിന്റെ ചങ്കിനകത്ത് കുത്തിയിട്ടുണ്ട്. ഞാൻ കർത്താവിലേക്ക് തിരിഞ്ഞത്, നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞത് എന്തെങ്കിലും കിട്ടാനല്ല, നമ്മുടെ അകത്ത് കിങ്ഡം റിവീൽ ചെയ്യാനാണ്. ഇത് വന്നാൽ കിട്ടേണ്ടതൊക്കെ കിട്ടുന്നേ, കിട്ടേണ്ടതെല്ലാം കിട്ടും. എൻ്റെ വൈഫ് ലിൻസി, അവള് വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് അവളുടെ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിട്ടു. അപ്പൻ അവളെ കല്ലെറിഞ്ഞ് ഓടിച്ചു. അവള് ദൈവാത്മാവോട് ഇടപെട്ട് അവൾ സ്നാനപ്പെട്ടു. അങ്ങനെ ഒരു സഹോദരന്റെ വീട്ടിലാണ് പോയി നിന്നത്. അന്ന് ആരും അവളുടെ കല്യാണത്തിന് പങ്കെടുത്തില്ല. കാര്യമുണ്ട്, ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഒരൊറ്റ വീട്ടിൽ ഞങ്ങൾ കയറ്റിയില്ല. ആകെ കൂടി ഒരു വീട്ടിലാണ് കയറ്റിയത്. ആ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ കാണണ്ട. ഒരാളും ഇറയത്തേക്ക് വന്നില്ല.
ഒരാൾ ഇവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു, ഫിലിപ്പോസ് അച്ഛൻ. ആ അച്ഛൻ അവരുടെ ആ പപ്പയുടെ അപ്പച്ചൻ്റെ അനുജനാണ്. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം ആ അച്ഛൻ പറഞ്ഞു, ഇങ്ങോട്ട് കയറണ്ട നിങ്ങൾ. എല്ലാ വാതിലും കൊട്ടിയടച്ചു. ഒരു വിഷമം എൻ്റെ അകത്ത് വന്നില്ല, ഒരു ഭാരം എൻ്റെ അകത്ത് വന്നില്ല. കാരണം ഞാനെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, കാലഘട്ടങ്ങൾ തിരിഞ്ഞു, സമയങ്ങൾ മാറി. ലിൻസിയുടെ ചേച്ചി കന്യാസ്ത്രീയാണ്, വീട്ടിൽ വന്നു, എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. പിന്നെയുള്ള സാക്ഷി ലിൻസിയ പറയേണ്ടത്. എല്ലാ മേഖലകളും കർത്താവ് മാറ്റം വരുത്തി. എല്ലാ മേഖലയും. ചേച്ചി അവിടെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അപ്പ എന്നെ വിളിച്ച് പറയും. ഒരു കാര്യം ഉണ്ടെങ്കിൽ അപ്പ എന്നെ ഏൽപ്പിക്കുക. നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ഇന്നത്തെ അപമാനങ്ങൾ നാളത്തെ അഭിമാനമായി മാറും. ആമീൻ പറയാമെങ്കിൽ പറഞ്ഞു കേട്ടോ. നിങ്ങളെ ആക്ഷേപിക്കുന്നവരും നിങ്ങളെ പരിഹസിക്കുന്നവരും വാക്കുകൾക്ക് ദൈവാത്മാവ് വിലയില്ലാവാക്കി. നിങ്ങളുടെ വാക്കുകൾക്ക് ദൈവാത്മാവ് പ്രാധാന്യത കൊടുക്കും. ലിൻസിയുടെ ചേച്ചി കന്യാസ്ത്രീയ. എപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടാലും അപ്പ ചേച്ചി ബൈബിൾ എടുത്തുകൊണ്ട് വരും. സജി നമുക്ക് റോമാലേഖനം പഠിക്കാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞങ്ങൾക്ക് തമ്മിൽ കന്യാസ്ത്രീ പാസ്റ്റർ തമ്മിൽ വ്യത്യാസമില്ല കേട്ടോ. അതിൻ്റെ പുറകിൽ ആൾ ഇവിടെ തൃശ്ശൂർ വന്ന് നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീടുകളും, നമ്മുടെ വിശ്വാസികളുടെ വീട് മൊത്തം ലിൻസിയുടെ ചേച്ചി സന്ദർശിച്ചിട്ടുണ്ട്. ഒരുവിധം വീടുകളെല്ലാം അന്നത്തെ. ഇപ്പോൾ കുറേ കാലമായിട്ട് വന്നിട്ടില്ല. താൻ അമേരിക്കയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ താൻ ഇപ്പോൾ ഡൽഹിയിലോ മുംബൈയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, നിങ്ങൾ പാപമാണ് എന്ന് ചിന്തിച്ചിരിക്കരുത്. നിങ്ങൾ യേശുവിന്റെ കാൽവരി മരണത്താൽ നിങ്ങൾ നീതി. അപ്പം നീതിയാണെങ്കിൽ നിങ്ങൾ പിന്നെ ദുഷ്ടന്മാരുടെ പോലെ നിങ്ങളുടെ മനസ്സ് കലങ്ങരുത്. ദുഷ്ടൻ എങ്ങനെയാ? അവൻ തിരമാലകളാൽ ഇളകി മറിയുന്ന കടൽ തിരമാലയ്ക്ക് തുല്യനാണ്. ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു ഭയങ്കര ഉറപ്പ് വരാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് 10 മിനിറ്റ് സമയമുണ്ട്. ആദ്യത്തെ 2-3 മിനിറ്റ് നമുക്കൊന്നുകൂടെ ധൈര്യമുണ്ടാകാൻ, ഒന്നുകൂടെ ഉറപ്പുണ്ടാകാൻ. നിങ്ങളുടെ ചുറ്റും ഒരു കിങ്ഡം റിലം ഓപ്പണായി വരും. നിങ്ങളുടെ ഭവനത്തിൽ ഇത് തുറന്നു വരും. ഇത് തുറന്നാൽ നിങ്ങളുടെ ഈ കിങ്ഡം റിലത്തിന്റെ പ്രത്യേകത, സ്വർഗീയ റിലത്തിന്റെ പ്രത്യേകത, ഇതിനൊരു ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ക്വാളിറ്റി വെളിപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മൊത്തം പരിഹാരമാണ്. ദൈവത്തിന്റെ റിസോഴ്സസുകൾ തുറക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ വെൽത്ത് തുറക്കാൻ തുടങ്ങും. ശലോമൻ ഞാൻ പറഞ്ഞില്ലേ, സകല മേഖല റെസ്റ്റോറേഷൻ തുടങ്ങും. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു വെളിപ്പാട്, ഒരു ബോധ്യം നമ്മുടെ അകത്തുനിന്ന് നമ്മൾ അവനെ പോലെയാകാൻ, ഒരു കിങ്ഡം റിലം, അത് നമ്മുടെ സമർപ്പണത്താലും നമ്മുടെ അകത്തുള്ള വിശ്വാസത്താലും നമ്മുടെ അകത്തുണ്ടാകുന്ന റൈറ്റ് റിലേഷൻഷിപ്പിനാലും ഉണ്ടാകുന്നതാണ് ഈ സ്വർഗീയ അന്തരീക്ഷം. ഒന്ന് പ്രാർത്ഥിച്ചോ, 2 മിനിറ്റ് പ്രാർത്ഥിച്ചോ. ഒരു സ്വർഗീയ റിലേഷൻഷിപ്പ്, ദൈവമായിട്ട് ഭയങ്കരമായ റിലേഷൻഷിപ്പ്, അത് ചിന്തയ്ക്കത് മാറ്റം വരണം കേട്ടോ. അത് മൈൻഡിൽ മാറ്റം വരണം. വാക്കുകളിലല്ല, ഉടൽ ഘടകത്തിന സഭയുമായിട്ടുള്ള ബന്ധമല്ല, നമ്മുടെ മൈൻഡിനകത്ത് റൈറ്റ് റിലേഷൻഷിപ്പ് ദൈവമായിട്ട് വരണം. ഇത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഇതിനകത്ത് ഒറ്റ വ്യക്തി സംഭവിക്കുന്ന സംഭവങ്ങൾ നിമിത്തം മനസ്സ് ഇളകുന്നവരാകരുത്. കടത്തിരമാലിക്ക് തത്തുല്യമായി ഇളകി മറിയുന്നവരാകരുത്. ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ അധരങ്ങളുടെ ഫലമുണ്ടാക്കാൻ പോകുന്നു. ശാപന നിരാധനാദന പ്രൗഢമന ഘടകതന അന്തർഘടകതന വേദപ്രൗഷമന ഘടകതിനി വിധി ഘടകതന എല്ലാം മയക്കും അൺമുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇനി ഈ വാക്യം എല്ലാവരും വായിക്കണം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും, സമീപസ്ഥനാരാ? യഹൂദൻ. ദൂരസ്ഥനാരാ? ജാതികൾ. 2 കൂട്ടർക്കും ഞാൻ റെസ്റ്റോറേഷൻ നടത്തും. ഞാൻ അവരെ സൗഖ്യമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ ഭവനത്തിനകത്ത് നീതിയുടെ വെളിപ്പാടും ബോധ്യവും നിങ്ങൾക്കുണ്ടായാൽ റെസ്റ്റോർ ചെയ്യുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടും.
റെസ്റ്റോർ ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. ഞാൻ ഷലോമിൻ്റെ അർത്ഥം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെ മറ്റേ സുനിൽപാസ്റ്റർ വന്നപ്പോൾ സുനിൽപാസ്റ്റർ മോളുടെ പേരതാണ്, ഷലോം എന്നാണ്. അപ്പം ഞങ്ങൾ അർത്ഥത്തിൻ്റെ രസം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരം. അപ്പം റെസ്റ്റോർ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളിൽ നിന്ന് ആദാമ്യ പാപത്താൽ വന്ന മുഴുവൻ ക്യാൻസലായി പോകും. എല്ലാവരും വിശ്വസിക്കരുത് കേട്ടോ, ചിലപ്പോൾ എല്ലാം അങ്ങ് പോയാലോ. എല്ലാം ക്യാൻസലാവും. ആദാമ്യ പാപത്താൽ വന്ന സകലതും, പാപമാകട്ടെ, ശാപമാകട്ടെ, ദുഃഖമാകട്ടെ, വേദനയാകട്ടെ, നെടുവീർപ്പാകട്ടെ, നിരാശയാകട്ടെ, പാപം കൊണ്ടുവന്ന സകലതും, അത് ദുഷ്ടതയാകട്ടെ, അത് എല്ലാം നിങ്ങളിൽ നിന്ന് ക്യാൻസലായി പോയേ പറ്റുള്ളൂ. ക്യാൻസലായി പോയേ പറ്റൂ. ഇതൊരു ലീഗലി കർത്താവിൻ്റെ ക്രൂശിൽ ദൈവകോടതിയുടെ മുമ്പാകെ നിവർത്തിച്ച കാര്യമാണ്. ലീഗലി നിവർത്തിച്ച കാര്യം, ലോജിക്കലി നിങ്ങളുടെ മനസ്സിൽ ബോധ്യമാകാവുന്ന കാര്യം ഇപ്പോൾ ഞാൻ വചനത്തിൽ തുറന്നു കാണിക്കുകയാണ്. വചനത്തിൽ നിന്ന് തുറന്നു കാണിച്ചപ്പോഴല്ലേ നിങ്ങൾ യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞേ വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടില്ലേ? അത് തന്നെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഫിസിക്കൽ റിലത്തെ തൊടുന്ന ഒരു സ്പിരിച്വൽ ആക്ഷൻ കിങ്ഡത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും. അതുകൊണ്ട് അടുത്ത 2-3 മിനിറ്റ് നേരങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ രാജ്യത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായ രോഗം, പാപം, ദുരാത്മാക്കൾ, ദാരിദ്ര്യം, മരണം നിങ്ങളുടെ കുടുംബങ്ങളിൽ ആരുടെയെങ്കിലും മേൽ വാഴുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിങ്ഡത്തിലൂടെ തുറക്കുന്ന നിങ്ങളുടെ അധരങ്ങൾ പ്രഖ്യാപിക്കുന്ന ഷലോമിലൂടെ ദൈവം അതിനെ സമ്പൂർണമായി എടുത്തു മാറ്റാൻ പോവുകയാണ്. അടുത്ത 3 മിനിറ്റ് നേരം നിങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങളെല്ലാം നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ശമ്പൽ കിടക്ക തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുക. ശലോം പ്രഖ്യാപിക്കുക. അവരുടെ മേൽ ശലോം പ്രഖ്യാപിക്കുക. അവരുടെ മേൽ ശലോം പ്രഖ്യാപിക്കുക. ഭർത്താവിന്റെ മേൽ, ഭാര്യയുടെ മേൽ, കുടുംബ ബന്ധങ്ങളുടെ മേൽ, തലമുറകളുടെ ആരോഗ്യത്തിന്റെ മേൽ, ശമ്പൽ കിടക്കമന ഒരു വ്യക്തിയുടെ മേൽ വാഴരുത്. ഞാൻ സമാധാനം സൃഷ്ടിക്കും, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. പറഞ്ഞോ. ധൈര്യത്തോടെ എല്ലാ വ്യാകുലതകളും മാറി, എല്ലാ സംശയങ്ങളും മാറി. ഇപ്പോൾ പറഞ്ഞു കേട്ടോ, ഷാബൽ ഘടകത്തിന് ഇത് മോട്ടിവേഷൻ ക്ലാസ് അല്ല. ലീഗലി ലോജിക്കലി അറിഞ്ഞിരിക്കുക, നിയമപരമായും ബുദ്ധിക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ അറിഞ്ഞിരിക്കുക. ദുഷ്ടന്മാർ അവർ കലങ്ങി മറിയുന്ന കടൽ പോലെയാണ്. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. വിശ്വസിക്കുന്നവന് ഒന്നും അസാധ്യമല്ല. വിശ്വസിക്കുന്നവർ സംശയിക്കാതെ പ്രഖ്യാപിച്ചപ്പോൾ കർത്താവിൽ നിന്ന് നിന്റെ മേൽ സകലതും തുറക്കുന്നു. കർത്താവിൽ നിന്റെ കുടുംബത്തിൽ സകലതും തുറക്കുന്നു. ഇപ്പോൾ ബ്ലസ് ചെയ്യുക, തലമുറകളെ ബ്ലസ് ചെയ്യുക, കുടുംബത്തെ ബ്ലസ് ചെയ്യുക, മിനിസ്ട്രിയെ ബ്ലസ് ചെയ്യുക, ചർച്ചിനെ ബ്ലസ് ചെയ്യുക, പട്ടണത്തെ ബ്ലസ് ചെയ്യുക. റിബ ലക്കൻ യദ റംഗൽ രേബ ശബ്ദ റോക്കി ബിഘാതന പ്രൗഷവന സാത്താന്യ ഉൽപ്പന്നങ്ങളെ എന്റെ കുടുംബത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. സാത്താന്യ ഉൽപ്പന്നങ്ങളെ എന്റെ ശരീരത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എന്റെ ദേഹിക്കകത്ത് ഞാൻ ആർജിച്ചു വെച്ചിരിക്കുന്നതിന് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എല്ലാ മുറിവുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ സ്റ്റോറേജുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. കേട്ടതിനോട് കേട്ടവർ സ്റ്റോർ ചെയ്തത്, അനുഭവിച്ചവർ സ്റ്റോർ ചെയ്തത്
ചെയ്തത്, ഇമാജിൻ സ്റ്റോർ ചെയ്തത്, ഇന്ന് രാത്രി ഇന്ന് പകൽ ഞാൻ അവനെ പൊളിക്കുകയാണ്. സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊന്തി വരുന്ന സകലവരെയും ഇന്ന് രാവിലെ ഞങ്ങൾ ഇടിച്ചു പൊളിക്കുന്നു, ഇടിച്ചു പൊളിക്കുന്നു, ഇടിച്ചു പൊളിക്കുകയാണ്. ഷാബൽ കടകമന, കൊടവൽ കടകമന. ഞങ്ങളുടെ അകത്തുള്ള പോരിന്റെ ആയുധങ്ങൾ വിശ്വാസമാണ്, അത് നീതിയാണ്, അത് റെസ്റ്റോറേഷനാണ്. അതിനാൽ ഞങ്ങൾ ഇന്ന് രാവിലെ സങ്കല്പങ്ങളെ പൊളിക്കുന്നു, സങ്കല്പങ്ങളെ ഞങ്ങൾ ഇടിക്കുന്നു. നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ ലൈഫിനെ കുറിച്ച് അകത്ത് കെട്ടിവെച്ചിരിക്കുന്ന സങ്കല്പങ്ങൾ, ദൈവ പരിജ്ഞാനത്തിന് വിരോധമായി പൊന്തി വരുന്ന ഉയർച്ചകളെ ഇന്ന് രാവിലെ ഞങ്ങൾ ഇടിക്കുകയാണ്. എല്ലാ ചിന്തകളും ഞങ്ങൾ ക്രിസ്തുവിനോട് ഏകീഭവിപ്പിക്കുകയാണ്. ഇപ്പോൾ ആ റെസ്റ്റോറേഷൻ, ഇപ്പോൾ ആ റെസ്റ്റോറേഷൻ, ഇപ്പോൾ ആ സ്പിരിച്വൽ റിലം ആക്റ്റീവ് ആകട്ടെ, കുടുംബങ്ങളുടെ മേലെ ആക്റ്റീവ് ആകട്ടെ. ആ ഓപ്പൺ ഹെവൻ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ, ആ ഓപ്പൺ ഹെവൻ കുടുംബങ്ങളുടെ മേൽ അങ്ങനെ ഫീൽ ചെയ്ത് കേട്ടോ. ഒരു മേഘം ഇറങ്ങി വരുന്നത് പോലെ, ഒരു കൈ ഇറങ്ങി വരുന്നത് പോലെ, ഷാബൽ കടകമന, അന്തൽ കടകമന, ഹബിത കടകമന. തലക്കകത്തൊരു ഒരു ക്യാപ്പ്, തലയിൽ ഒരു ക്യാപ്പ് കൊണ്ട് വെക്കുന്നത് പോലെ ഷബൽ കടം കട്ടിയുള്ള എന്തോ ചിലവ് ചിലരുടെ തലയിൽ ദൈവാത്മാവ് രാവിലെ വെക്കുന്നു. കട്ടിയുള്ള എന്തോ ചിലവ് ദൈവാത്മാവ്, ചില കൊറോണേഷൻ ചിലർ ദൈവാത്മാവ് രാവിലെ കൽപ്പിക്കുന്നു. ഷാദൽ കിരീട ധാരണ, കിങ്ഡം ആധിപത്യത്തോടെ തുറക്കാൻ, കിങ്ഡത്തിന്റെ പവർ തുറക്കാൻ, കിങ്ഡത്തിന്റെ ശക്തി തുറക്കാൻ, കിങ്ഡം വിലങ്ങൾ തുറക്കാൻ. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആ വിലങ്ങൾ മുഴുവൻ തുറന്നു വരട്ടെ, ആ വിലങ്ങൾ മുഴുവൻ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, in the name of Jesus, in the name of Jesus. Shakarati raushas kora babil kadini. The realm of righteousness, the realm of Holy Spirit, the realm of resurrection. ഞങ്ങൾ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, അടിമത്തുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദുരാത്മാക്കളെ ബാധിക്കപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദാരിദ്ര്യങ്ങളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു, മരണങ്ങളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. സമയത്തിന് മുമ്പുള്ള മരണങ്ങൾ, തലമുറകളുടെ ആത്മീക മരണങ്ങൾ, ജീവിത പങ്കാളികളുടെ ആത്മീക മരണങ്ങൾ ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവനെ ശാസിക്കുന്നു. ഈ ആത്മതലം അതിന്റെ ആഴത്തിൽ ഒന്നുകൂടെ ദിവസങ്ങൾ തുറക്കും, ആഴത്തിൽ വെളിപ്പെട്ടു വരും. ആ സന്ദർഭങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ വ്യക്തിപരമായിട്ട് നമ്മുടെ എല്ലാ കുടുംബം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ സാധാരണ ഒരു ഗ്രൂപ്പായിട്ട് 4-5 കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാറുണ്ട്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആ ഫെയ്ത്തിനകത്ത് നിങ്ങൾ നിൽക്കുക. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ ബാധിക്കാൻ നിങ്ങൾ ഈ ദിവസങ്ങൾ അനുവദിക്കരുത്. ദയവ് ചെയ്ത് സകല വഴികളും പിശാച് ഒരുക്കും. അത് ദൈവം അനുവദിക്കുന്ന ഒരു ടെസ്റ്റാണ്. നിങ്ങളുടെ അകത്ത് നീതിയുടെ വെളിപ്പാടും റെസ്റ്റോറേഷനും ആയോ എന്നറിയാൻ ദൈവം അനുവദിക്കുന്ന ടെസ്റ്റാണ്. ഇപ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്തുന്നു. പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ആദരങ്ങളുടെ ഫലം അങ്ങ് സൃഷ്ടിക്കത്തക്ക നിലവാരത്തിൽ ഇന്നലെയും ഇന്നും ഞങ്ങളത് പഠിപ്പിക്കുകയായിരുന്നല്ലോ. ഞങ്ങളുടെ അകത്ത് വളരുന്ന മെച്ചൂരിറ്റിയാൽ ഞങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനപ്രകാരം ഈ കുടുംബങ്ങളുടെ മേൽ കർത്താവ് കിങ്ഡം റിലങ്ങൾ തുറന്നു വരാനും തുറക്കുന്ന കിങ്ഡം ഈ കുടുംബങ്ങളെ മൊത്തം റെസ്റ്റോർ ചെയ്യാനും ഞാൻ ഈ കുടുംബങ്ങളെ ഇന്ന് രാവിലെ പിതാവേ അങ്ങയുടെ നാമം ചൊല്ലി, അത്യുന്നതനായ ദൈവത്തിന്റെ നാമം ചൊല്ലി ഞാൻ ഈ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഉയർന്നവൻ താഴ്ന്നവനെ അനുഗ്രഹിക്കുമെന്ന വചനപ്രകാരം ദൈവമാക്കി വെച്ചിരിക്കുന്ന ഓഫീസിൽ കൊണ്ട് ഞാൻ ഈ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന് സാത്താന്യ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രഭാവത്തോടെ കർത്താവ് ഈ കുടുംബങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഉടമൽക്കടകവന ആ ഉൽപ്പന്നങ്ങൾ സാത്താന്യ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങളായ രോഗത്തെയും പാപത്തിന്റെ അടിമത്തങ്ങളെയും ഡീമനുകളെയും ദാരിദ്ര്യങ്ങളെയും മരണങ്ങളെയും തൊടുന്ന കിങ്ഡം റിലം ഓപ്പൺ ആകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദ റിലം ഓഫ് റിസറക്ഷൻ തുറക്കാൻ ഈ കുടുംബങ്ങളുടെ മേലെ തുറക്കാൻ മെറ്റീരിയൽ റിലത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാവിലെ അത് തുറക്കുന്ന പകലായി മാറട്ടെ. ഷാദൽ ഇവരെ തലമുറകളെ തൊടട്ടെ, ഇവരെ കുടുംബങ്ങളെ തൊടട്ടെ, ഇവരെ ബിസിനസ്സിനെ തൊട്ടെ. എല്ലാ മേഖലകളിലും ഒരു ഭയങ്കര വിസ്ഫോടനാത്മകമായ സ്പർശനം വെളിപ്പെടാൻ, അതിരുകളെ വിശാലമാക്കുന്നതിന്റെ കനം വെളിപ്പെടാൻ ഞാൻ ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ, അനുഗ്രഹമാകട്ടെ. മഹത്വം ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരിയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഷലോം. Shalom, shalom, shalom. Shalom.